വിഷു ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം അടിച്ചത് ആലപ്പുഴ വിറ്റ ടിക്കറ്റിനാണ്. കൈതവനം സ്വദേശി അനിൽകുമാറിന്റെ തൃക്കാർത്തിക എന്ന ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റത്. പഴവീട് സ്വദേശി ജയ ചില്ലറ വിൽപ്പനക്കാരിയാണ്. ഈ ജയയാണ് അനിൽകുമാറിന്റെ അടുത്ത് നിന്നും ടിക്കറ്റ് വാങ്ങിയത്. ജയയുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, ആ ഭാഗ്യവാൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ജയയുടെ വീട്ടിലാണല്ലോ മനീഷ് മഹിബാൽ ഉള്ളത്. വിവരങ്ങൾ. അൻമരെ, ഞാനുള്ളത് ജയയുടെ വീട്ടിൽ തന്നെയാണ്. ജയ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ആ ഭാഗ്യം, അതായത് 12 കോടിയുടെ ഒന്നാം സമ്മാനം വിറ്റത് ഈ ജയയുടെ കൈകളിൽ നിന്നാണ്. ജയ ചെറിയൊരു കട നടത്തുന്ന ആളാണ്. ചെറിയൊരു കടയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും എന്തൊക്കെ കച്ചവടം അവിടെ ഉള്ളത്? അവിടെ ചായ ഉണ്ട്, പിന്നെ ചെറുകടി, രാവിലെ ചെറുകടിയും ചായയും, പിന്നെ സർബത്ത്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിൻ്റെ കച്ചവടമൊന്നും ഇല്ല. പിന്നെ ഈ ലോട്ടറിയുടെ വിൽപ്പനയാണ് മെയിനായിട്ട് പോകുന്നത്. ടിക്കറ്റ് ശ്രദ്ധപ്പെട്ടിരുന്നോ? പെട്ടിരുന്നു. ആർക്കാ എടുത്തേന്നുള്ള അറിയില്ല. ഓരോരുത്തർ വന്ന് സ്വന്തമായിട്ട് അങ്ങ് എടുക്കുമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരാ അത് എടുത്തിരിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. PC 490-987 ഈ നമ്പർ ഇല്ല, അങ്ങനെ പെട്ടിട്ടില്ല. ആരാ എടുത്തേന്നുള്ളതായിട്ട് എനിക്ക് അത് കിട്ടുന്നില്ല. തന്നെ എടുത്ത് അനിൽകുമാറിന്റെ അവിടുന്ന് എടുക്കുന്നത്. ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങിയപ്പോൾ തൊട്ടേ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത്. സാധാരണ ഡെയിലി ഉള്ള ടിക്കറ്റും എല്ലാം അവിടുന്ന് എടുക്കുന്നത്. ബമ്പറൊക്കെ ആണെങ്കിലും അവിടുന്ന് എടുക്കുന്നത്. സ്ഥിരമായിട്ട് ടിക്കറ്റ് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ട്. സ്ഥിരമായിട്ട് വാങ്ങുന്നവരാണ് ഇപ്പം ഇത് എടുത്തിരിക്കുന്നത്. സംശയമുണ്ടോ ഇങ്ങനെ കിട്ടിയിട്ട് മിണ്ടായിരിക്കുന്നവരാണെന്ന്? അല്ല, എനിക്ക് അത്ര പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സ്വന്തമായിട്ട് നോക്കി അങ്ങ് എടുക്കുന്നത് കാരണം എനിക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒന്നാം സമ്മാനത്തിന്റെ അവസാന ടിക്കറ്റ് വിറ്റത് ജയയുടെ കൈകളിൽ നിന്നാണ്. കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ, അത് എത്രയാണെന്ന് അറിയാം? എത്രയെന്ന് നമ്മുടെ ഏജന്റിനല്ലേ അറിയത്തുള്ളൂ. 30,000, 50,000 ഇന്നലെയും കടയിൽ 30,000-ന്റെ അടി ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ അടികൾ വീഴുന്നുണ്ട്. 30,000, 5,000 അങ്ങനെ വീഴുന്നുണ്ട്. അല്ലാതെ വേറെ വലിയ അടിയത് ആദ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്? എങ്ങനെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ? സ്ഥിതി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വളരെ പുള്ളിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് നന്നായിട്ട് തകർന്നിരിക്കുകയാണ്. അപ്പം ദൈവം വഴിയില്ലമ്മ ഞങ്ങൾക്ക് തന്നൊരു വഴിയാണിത്. എന്തുവാ നടയിൽ പോയി പ്രാർത്ഥിക്കും. ഞാൻ ഒത്തിരി നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇന്നലെ കൂടെ കയറ്റി വന്ന് പിന്നെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ പണയമൊക്കെ കുറച്ച് പേരുടെയൊക്കെ കയ്യിൽ മേടിച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കൊരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പൈസ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക? ആദ്യം എല്ലാവരുടെയും കടം ഒന്ന് വീടുക. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വീടൊക്കെ നമ്മൾ പിള്ളേർ പഠിക്കുന്നതിനൊക്കെ മുമ്പ് വെച്ചുകൊണ്ട് ലോണിപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിനൊരു ചെറിയ ജോലിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇതിലാണ് ഇപ്പം ഞങ്ങളുടെ ഈ ലോണും കാര്യങ്ങളും എല്ലാം അടഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സന്തോഷം, ദൈവത്തിന് നന്ദി, അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും ദൈവത്തിന് നന്ദി പറയുകയാണ്. ജയ നേരത്തെ കുറച്ച് നാളുകളായി തന്നെ ഈ രീതിയിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന ആൾ. ഇതിനു മുൻപ് ചില്ലറ അടിച്ചിട്ടുണ്ട്. വീടൊക്കെ കെട്ടിയത് ലോൺ എടുത്ത പൈസ കൊണ്ടാണ് വീട് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ തന്നെ പലിശ ഇനി അടച്ചു തീർക്കാനുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. ഭർത്താവിന് ചിലൊരു ആക്സിഡൻറ്റ് വന്ന് കുറച്ച് നാളുകളായി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ നിലവിൽ മഴയിലൊക്കെ ഇവരുടെ വീട്ടിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ തന്നെ ഒന്ന് മുൻപിലൊന്ന് പുതുക്കി പണിയണം. മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിൻ്റെ ലോണ് അടവ് തീർക്കണം. ഈ പെര പണിതതിൻ്റെ ലോണിൻ്റെ അടവ് തീർക്കണം. അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അതൊക്കെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനിൽ നിന്നും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ആദ്യം എടുത്തത് കൈതവനയിലെ തൃക്കാർത്തിക എന്ന ഏജൻസിയിൽ നിന്നും അനിൽകുമാറിൻ്റെ പൈക്കൽ നിന്നുമാണ് ആദ്യം ജയ ഈ ടിക്കറ്റ് വാങ്ങിയത്. സ്ഥിരമായി വാങ്ങുന്നത് ഈ ഏജൻസിയിൽ നിന്നാണോ? ഈ ഏജൻസിയിൽ നിന്ന് തന്നെയാണ് സ്ഥിരമായി വാങ്ങുന്ന അവിടുന്ന് തന്നെയാണ്. പിന്നെ ബമ്പർ അവിടുന്ന് കിട്ടാത്തപ്പോൾ എനിക്ക് ആരെങ്കിലും സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇട്ട് ബമ്പർ എടുത്തുകൊണ്ട് തന്ന് ഞാൻ വിൽക്കാറുണ്ട്. അത് വിറ്റിട്ട് അവർക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെയുണ്ട്. അത് ആരെങ്കിലും നമ്മുടെ നിന്ന് സ്ഥിരം എടുക്കുന്നവർ എൻ്റെ നിന്ന് എടുക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്നില്ല, എൻ്റെ ബമ്പർ എടുക്കാൻ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് DC എൻ്റെ പേരിലിട്ട് എനിക്ക് എടുത്തുകൊണ്ട് തരും. അപ്പോൾ ഞാൻ ആ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാറുണ്ട്. ഫോണെന്ന് നോക്കിയാൽ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ എടുത്തിട്ടുള്ളവർ വിളിക്കുമല്ലോ, ചേച്ചി വിളിക്കുമല്ലോ. മോനെ അമ്മയുടെ ഫോൺ എടുത്ത് നമ്മുടെ ഏജന്റിൽ നിന്ന് ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. കടയിൽ നിന്ന് ഇതുവരെ വിളി വന്നിട്ടില്ല. എന്താണെങ്കിലും ജയയുടെ ഫോണിലേക്ക് അല്പനിമിഷത്തിനകം തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ ഒരു ലോട്ടറി അടിച്ച ആൾ വിളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബം ഈ ഒരു ലോട്ടറി വിറ്റതിൻ്റെ വലിയ ആശ്വാസത്തിലും കൂടിയാണ്. ആൻമരിയ, ശരി, ആ ഭാഗ്യവാൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേരളക്കര ഒന്നാകെ കാത്തിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ജയ ആ ടിക്കറ്റ് വിറ്റത്. ആ ടിക്കറ്റ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: VC 490987. ആ ഭാഗ്യവാൻ ആരാണെന്ന് ഉടൻ തന്നെ അറിയാൻ സാധിക്കട്ടെ.